മോഹൻലാലിന്റെ അസാമാന്യ വലിയ പടങ്ങളാണ് കുറച്ചു നാളായി നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൽ തന്നെ ചില സാധാരണക്കാരനായുള്ള കഥാപാത്രങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെയുള്ള പടങ്ങൾ കാണാനാണ് പ്രേക്ഷകർക്ക് താല്പര്യമെന്നും അങ്ങനെ ചില പടങ്ങളൊക്കെ വരുന്നുണ്ട് എന്നും വലിയ പ്രതീക്ഷകൾ സംവിധായകർ പോലും തരികയുണ്ടായി. അങ്ങനെ മോഹൻലാലിന്റെ ഇപ്പോഴുള്ള സിനിമാ കരിയറിൽ ചില സാധാരണ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ എത്തുന്നുണ്ട്. സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്നതും ഇപ്പോൾ തരുൺമൂർത്തി ഒരുക്കിയിരിക്കുന്നതുമായ ചിത്രങ്ങളൊക്കെ ഒരു സാധാരണക്കാരനായ മോഹൻലാൽ കഥാപാത്രങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. എന്നാൽ അമാനുഷികമായ മറ്റു ചില ഗംഭീര സിനിമകളുടെ കഥാപാത്രങ്ങളും മോഹൻലാലിലേക്ക് എത്തുന്നുണ്ട് എന്നും കൗതുകത്തോടെ നോക്കേണ്ടതാണ്. എമ്പുരാനും ബറോസും തുടങ്ങിയ സിനിമകളൊക്കെ ലാർജർ ദാൻ ലൈഫ് കഥാപാത്രങ്ങളാണ്. അതും നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. ആ അവസരങ്ങളിലാണ് സംവിധായകർ പറയുന്നത് സാധാരണക്കാരനായ ഒരു മോഹൻലാലിനെയാണ് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടും, ഹിറ്റാകുകയും ചെയ്യും എന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്നത് മോഹൻലാലിന്റെ സാധാരണക്കാരനായ സിനിമകളാണ്. എന്നിരുന്നാലും ഒരു കൂട്ടം പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ചില മോഹൻലാൽ കഥാപാത്രങ്ങളുണ്ട്. അതെന്താണെന്ന് അവർക്ക് തന്നെ അറിയാം. കഴിഞ്ഞ കുറച്ചു കാലമായി ലാലേട്ടന്റെ ഏറ്റവും വലിയ പ്രശ്നമായി തോന്നിയത് പുള്ളി ഏറ്റവും ചാർമിംഗ് ആയി ലൈക്കബിളായി സ്ക്രീനിൽ വരാറുള്ള ആ കോമൺ മാൻ വേഷങ്ങൾ ചെയ്യാറില്ല എന്നതാണ്. എത്രയൊക്കെ വലിയ സൂപ്പർ സ്റ്റാർ മാസ് ഹീറോ എന്നൊക്കെ പറഞ്ഞാലും ലാലേട്ടനെ മലയാളികൾക്ക് പ്രിയങ്കരനാക്കിയത് അദ്ദേഹം 80-90കളിൽ തിരഞ്ഞെടുത്ത കോമൺ മാൻ അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആൾ എന്ന കഥാപാത്രങ്ങളാണ്. അത് ലാലേട്ടനോളം പെർഫെക്റ്റ് ആയി ചെയ്യുന്ന വേറൊരു നടനും ഇവിടെ ഇല്ല എന്നും ഉറപ്പിച്ച് പറയാം. പക്ഷേ കഴിഞ്ഞ ഒരു ശതാബ്ദമായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഓവർ ദ ടോപ്പ് വേഷങ്ങളും സൂപ്പർ സ്റ്റാർ എന്ന് ബോധ്യപ്പെടുത്താൻ തരത്തിൽ ചെയ്യുന്ന വേഷങ്ങളും പുള്ളിയുടെ കരിയറിനെ തന്നെ ബാധിച്ചു എന്ന് പറയാം. അവസാനത്തെ പുള്ളിയുടെ ഏറ്റവും ലൈക്കബിൾ സിനിമയായ ദൃശ്യത്തിലും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തം ആകുന്നത് ലാലേട്ടൻ ജോർജൂട്ടി എന്ന ആ നാട്ടിൻപുറത്തെ സിനിമാ പ്രേമി വേഷം അത്രയ്ക്ക് മനോഹരമാക്കിയതുകൊണ്ടാണ്. തരുൺമൂർത്തിയുടെ തുടരും പേഴ്സണലി എമ്പുരാനേക്കാളും തങ്ങൾ കാത്തിരിക്കുന്ന ലാലേട്ടൻ സിനിമയായി മാറുന്നതും അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഏച്ചുകെട്ടുകൾ ഇല്ലാതെ കോമൺ മാനായി വരുന്നു എന്നതുകൊണ്ടാണ്. ഓപ്പറേഷൻ ജാവിയും സൗദി വെള്ളക്കയും സാധാരണക്കാരുടെ കഥകൾ മനോഹരമായി പറഞ്ഞ സിനിമകൾ ആയതുകൊണ്ട് തന്നെ തുടരും ബ്യൂട്ടിഫുൾ ആയ സിനിമയായിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. മിഡിൽ ക്ലാസ് മലയാളികളുടെ പ്രതിനിധിയായ ആ മോഹൻലാലിന്റെ ഗംഭീര തിരിച്ചറിവ് തന്നെ ആയിരിക്കും തരുൺമൂർത്തിയുടെ തുടരും എന്നതാണ് പ്രേക്ഷകരുടെ വാക്കുകൾ. മോഹൻലാലിലെ ആ കോമൺ മാൻ, അയലത്തെ വീട്ടിലെ ആ കഥാപാത്രം, അങ്ങനെ മോഹൻലാലിനെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയും ചില കഥാപാത്രങ്ങളുമായി മോഹൻലാൽ നമുക്ക് മുന്നിൽ എത്തുകയാണ്. അതിലൊന്നാണ് തുടരും എന്ന ചിത്രത്തിലെ ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറായി എത്തുന്ന മോഹൻലാലിന്റെ കഥാപാത്രം. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും മോഹൻലാൽ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലാണ് എത്തുന്നതെന്ന് സംവിധാനം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മോഹൻലാലിന്റെ ഈ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ അങ്ങ് സാധാരണക്കാരനായി ഒതുങ്ങുന്നില്ല. പല രീതിയിലുള്ള, പല ജോണറിലുള്ള, പല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടി സഞ്ചരിക്കുകയാണ് മോഹൻലാൽ. ഈ സാധാരണക്കാരനായി എത്തുന്ന സമയത്ത് തന്നെ മോഹൻലാൽ ഡോണായും ഫാന്റസി ചിത്രത്തിൽ ഒരു ഭൂതമായും ഒക്കെ എത്തുമ്പോൾ ഇപ്പോഴിതാ മറ്റൊരിടത്ത് മോഹൻലാൽ എത്താൻ പോകുന്നത് ഒരു ആന്റി ഹീറോ റോളിൽ ആയിരിക്കും എന്നതാണ്. മോഹൻലാലിന്റെ തുടക്കം ഒരു വില്ലനാണെങ്കിൽ അതുപോലൊരു വില്ലൻ കഥാപാത്രത്തിലേക്ക് മോഹൻലാൽ എത്താൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ് പുതിയൊരു അപ്ഡേറ്റ്. വരാനിരിക്കുന്ന മഹേഷ് സിനിമയിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു ആന്റി ഹീറോ റോളിൽ അഭിനയിക്കുന്നു, വില്ലനായി തന്നെ. കഥാപാത്രത്തിന്റെ ചാബല്യത്തിൽ ഏറ്റവും ക്രൂരവും ഭയങ്കരവും വിനാശകരവുമായ സ്വഭാവമുള്ള ക്രൂരനും അജയനുമായ വില്ലനാണ് ഈ കഥാപാത്രം. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ചില സോഷ്യൽ മീഡിയ പേജുകൾ. മൂവി അനലിസ്റ്റുകൾ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് മഹേഷ് നാരായണൻ സിനിമയാണോ എന്നതാണ് പലരും ചോദിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന മഹേഷ് നാരായണൻ സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഒരു വില്ലനായി എത്തുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഈ അപ്ഡേറ്റിൽ നിന്നും സൂചന ലഭിച്ചിരിക്കുന്നത്. നേരത്തെ മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഒന്നിക്കാനിരുന്ന ഒരു മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. ഇതിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കാൻ പോയത് ഒരു വില്ലൻ കഥാപാത്രത്തെയാണെന്നും പറയപ്പെട്ടിരുന്നു. അതേ റോളിലേക്കാണ് മോഹൻലാൽ പിന്നീട് എത്താൻ പോകുന്നത് എന്നും പറഞ്ഞു. ഇപ്പോഴിതാ മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ഒരു ആന്റി ഹീറോയുടെ റോളിലായിരിക്കും എന്നും പറയുന്നു. അതിന്റെ സ്വഭാവം ഇങ്ങനെയാണെന്നും പറയുമ്പോൾ പ്രേക്ഷകർ ഞെട്ടിയിരിക്കുകയാണ്. അപ്ഡേറ്റ് ഇങ്ങനെ പുറത്തു വന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ച് തന്നെയാണോ ഈ പറയുന്നത് എന്നതാണ്. എന്നാൽ വ്യക്തതയൊന്നും വരുത്തി അവർ ഒരു റിപ്പോർട്ട് പോലും തന്നിട്ടില്ല. പക്ഷേ മോളിവുഡ് ഇതുവരെ കാണാത്ത ഒരു ഗംഭീര സിനിമയാണ്, ഒരു ഗംഭീര കഥയാണ് ഈ ചിത്രം പറയാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ മോഹൻലാൽ വ്യത്യസ്തതകൾ തേടി ഇറങ്ങിയപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു കഥാപാത്രം സ്വീകരിച്ചതിൽ അത്ഭുതമൊന്നും പെടേണ്ടതില്ല. മമ്മൂട്ടിയും മോഹൻലാലും വ്യത്യസ്തതകൾ തേടി നടക്കുകയാണ്. മമ്മൂട്ടി നേരത്തെ തിരഞ്ഞെടുപ്പുകൾ നടത്തി വിജയങ്ങൾ കൊയ്തു. ഇനി മോഹൻലാലിന്റെ ഊഴമാണെന്ന് പറയുകയാണ്. കൂടാതെ 2020യുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഫാൻ ഫൈറ്റുകൾ വരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അന്ന് 2020യിൽ മോഹൻലാൽ വന്നപ്പോൾ മമ്മൂട്ടി സൈഡായി പോയല്ലോ എന്ന് പറയുമ്പോൾ ഇത്തവണ അത് ആവർത്തിക്കില്ല, ഇതൊരു മമ്മൂട്ടി ചിത്രമാണ്, മോഹൻലാൽ ക്യാമിയോ ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്കാണ് മോഹൻലാൽ ഈ പടത്തിൽ ചെയ്യാൻ പോകുന്നത് ഒരു വില്ലൻ കഥാപാത്രത്തെ ആയിരിക്കും എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നത് വലിയൊരു കൺഫ്യൂഷനിലായിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ. മോഹൻലാൽ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ ഞെട്ടിപ്പിക്കുകയാണല്ലോ, വ്യത്യസ്ത കഥാപാത്രങ്ങളിലേക്ക് മോഹൻലാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നതൊക്കെയാണ് അവരുടെ വാക്കുകൾ. ഇങ്ങനെയും ചില കാര്യങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇന്ന് ചിത്രത്തിന്റെ ഒരു അനൗൺസ്മെന്റ് കാണുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്.